ഇനി യൂറോ കപ്പ് വാർത്തകൾ. ലോക ഫുട്ബോളിന്റെ ഏറ്റില്ലം അവകാശപ്പെടുന്നെങ്കിലും ടൂർണമെന്റിനെത്തുമ്പോൾ തോറ്റുമടങ്ങുന്നതാണ് ഇംഗ്ലണ്ടിന്റെ ചരിത്രം. പലപ്പോഴും നിർഭാഗ്യമായിരുന്നു സൂപ്പർ താരങ്ങൾ നിറഞ്ഞ ഇംഗ്ലണ്ടിന് വിലങ്ങുതടിയാകുന്നത്. ഇത്തവണ കപ്പ് വീട്ടിലേക്ക് ഉറപ്പിച്ചാണ് സൗത്ത് ഗേറ്റിന്റെ കുട്ടികൾ ഇറങ്ങുന്നത്. തുടർച്ചയായ രണ്ടാം യൂറോ ഫൈനലിനിറങ്ങുന്ന ഇംഗ്ലണ്ടിന് പറയാൻ ഒരുപാട് നഷ്ടങ്ങളുടെ കഥകളുണ്ട്. ചുവപ്പ് കാർഡിന്റെയും പെനാൽറ്റിയുടെയും കണ്ണീരിന്റെയും വേദന നിറഞ്ഞ 58 വർഷത്തെ കഥകൾ. 1966 ഇതിഹാസ താരം ബോബി ചാൾട്ടൺ പന്ത് തട്ടിയ കാലത്ത് കിട്ടിയ ഒരേയൊരു ലോകകപ്പാണ് ഇംഗ്ലണ്ടിന്റെ ഇതുവരെയുള്ള സമ്പാദ്യം. പോൾ ഗാസ്കോയിനും ഡേവിഡ് ബെക്കാമും സ്റ്റീവൻ ജെറാദും വെയിൻ റൂണിയുമെല്ലാം കളം നിറഞ്ഞ കാലത്തും സ്വന്തമാക്കാനാകാത്ത യൂറോ കപ്പ് ഹാരി കെയ്ൻ സമ്മാനിക്കുമോ എന്നാണ് ആരാധകരുടെ സ്വപ്നം. 1966 കിരീടത്തിന് ശേഷം എല്ലാ ടൂർണമെന്റിലും ഇംഗ്ലണ്ട് നിർഭാഗ്യത്തോട് തലതാഴ്ത്തി മടങ്ങുന്നതാണ് കണ്ടത്. 1986 മെക്സിക്കൻ ലോകകപ്പിൽ ഇതിഹാസ താരം മറഡോണയുടെ ദൈവത്തിന്റെ കയ്യിൽ തട്ടി വീണത് ഇംഗ്ലീഷുകാരുടെ കിരീടമോഹമാണ്. തൊട്ടടുത്ത ലോകകപ്പിലും സെമിയിൽ പെനാൽറ്റി അവസാനിപ്പിച്ചു ഇംഗ്ലീഷ് യാത്രയെ. 1996 യൂറോ കപ്പ് സ്വപ്നവും പെനാൽറ്റിയിൽ തട്ടി തെറിച്ചു. 1998 ലോകകപ്പിൽ അർജന്റീനയുമായി പ്രീ ക്വാർട്ടർ പോരാട്ടം. ഇരു ടീമുകളും 2 ഗോൾ വീതം നേടി മത്സരം പെനാൽറ്റിയിലേക്ക്. പക്ഷേ സൂപ്പർ താരം ബെക്കാമിന് ചുവപ്പ് കാർഡ് കിട്ടി കളത്തിന് പുറത്തേക്ക് പോകുമ്പോൾ ഒപ്പം പോയത് ഒരു ജനതയുടെ സ്വപ്നം കൂടിയാണ്. 2004 യൂറോയിലും സെമിയിലേക്ക് എത്താനാകാതെ തകർന്ന ഇംഗ്ലണ്ടിനെ വലച്ചതും ഷൂട്ടൌട്ട് തന്നെ. 1998 ആവർത്തിച്ചാണ് 2006 ലോകകപ്പും ഇംഗ്ലണ്ട് അവസാനിപ്പിച്ചത്. അന്ന് ബെക്കാമെങ്കിൽ 2006 റൂണി. 2020 യൂറോയിൽ ഫൈനലിൽ ഇറ്റലിയോട് തോറ്റുമടങ്ങിയതും പെനാൽറ്റിയിൽ. വീണ്ടും ഒരു ഫൈനൽ പോരാട്ടത്തിനിറങ്ങുമ്പോൾ നിർഭാഗ്യം അതിന്റെ വേട്ട തുടരുമോ അതോ വിജയവഴി കണ്ടെത്തുമോ എന്ന് കണ്ടറിയാം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് മലയാളം.